ക്രൂശിതിനൊപ്പം കാൽവരിയിലേക്ക് 41 ദിനം. ഇന്ന് കോഴിക്കോട്ടെ ശനിയാഴ്ചയായി നാം ആചരിക്കുകയാണ്. ഇത് വളരെ സുന്ദരമായ ഒരു ആചാരമാണ്. നമ്മുടെ വലിയ നോമ്പ് 49 ദിവസമാണ്. കാരണം 50 ദിവസം ഈസ്റ്റർ ഞായറാഴ്ചയായി നാം ആചരിക്കുന്നു. ഈ വലിയ നോമ്പിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. വിഭൂതി തിങ്കളാഴ്ച മുതൽ 40-ാം വെള്ളി വരെയുള്ള ഒരു ഭാഗവും അതിനുശേഷം ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള രണ്ടാമത്തെ ഭാഗവും. ഇതിനിടയ്ക്കുള്ള ഒരു ദിവസം ഓശാന ഞായറാഴ്ചൻ്റെ തലേ ദിവസമുള്ള ശനിയാഴ്ചയാണ്. കോഴിക്കോട്ടെ ശനിയാഴ്ച എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ബൈബിളിൽ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിൻ്റെ ചുവടി പിടിച്ച് സഭയിൽ വളർന്നു വന്ന ഒരു പാരമ്പര്യമാണ്. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ഈശോ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഭവനത്തിൽ പോയി. അവർ രണ്ടുപേരും സഹോദരനെ ഉയർപ്പിച്ചതിന് നന്ദി സൂചകമായി മർത്തായും മറിയവും നല്ല ഒരു വലിയ വിരുന്നൊരുക്കി ഈശോയെ സൽക്കരിച്ചു. ഈ വിരുന്നിൻ്റെ സമയത്ത് മറിയം ഒരു വെൺകൽ ഭരണി നിറയെ നാർദീൻ തൈലവുമായി ഈശോയുടെ കാൽ അഭിഷേകം ചെയ്തു. സുഗന്ധതൈലം പൂശി തലമുടി കൊണ്ട് തുളച്ചു. ഇവിടെ ഈ വിരുന്നിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നു. നാളെ ഓശാന ഞായറാഴ്ച. ഓശാന ഞായറാഴ്ച മുതൽ വലിയ കഷ്ടാനുഭവത്തിൻ്റെയും വലിയ പശ്ചാത്താപത്തിൻ്റെയും സ്വയം പീഡകളുടെയും കർശനമായ നോമ്പിൻ്റെ ദിവസങ്ങളാണ്. അതിനു മുൻപ് ഒരു ദിവസം നോമ്പ് മുറിക്കാതെ തന്നെ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമായി നമ്മൾ മാറ്റുന്നു. ഇതാണ് കോഴിക്കോട്ടെ ശനി. ഇതിന് ഒരു അർത്ഥം കൂടിയുണ്ട്. കോഴിക്കോട്ടെ ശനി എന്ന് പറയുമ്പോൾ 40 ദിവസത്തെ ഈശ്വര ഉപവാസം ഇന്നലെ അവസാനിച്ചു. ഈ 40 ദിവസം ഉപവാസത്തിന് ശേഷം ഈശോ പുറത്തേക്ക് വരുമ്പോൾ സാത്താൻ പ്രലോഭകനായി ഈശോയെ സമീപിച്ചു. വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രലോഭകൻ ഈശോയെ പ്രലോഭിപ്പിച്ചു. പക്ഷേ വചനത്തെ ശരിയായി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ പ്രലോഭനങ്ങളെല്ലാം ഈശോ നേരിട്ടു. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ വചനത്തെ മാംസം ധരിക്കണമെന്നും വചനത്തെ മനസ്സിലാക്കണമെന്നും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ.